റിപ്പോർട്ടർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി നേതാക്കൾ ദില്ലിയിലേക്ക്. നിർണായക സ്ഥാനാർത്ഥി ചർച്ചകൾ മറ്റന്നാൾ ദില്ലിയിൽ വെച്ച് നടക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 20 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷി, ഒരു പട്ടിക ഉണ്ടായിരിക്കുന്നു, അതുമായി ഡൽഹിയിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെയാണോ പ്രാഥമിക ചർച്ചകൾ തന്നെ തുടങ്ങുന്നത്? അത് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്ത് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഏതാണ്ട് 55 സീറ്റുകളിലെങ്കിലും ധാരണയായിരുന്നു. ഇന്നലത്തോടെ അത് 60 സീറ്റിലേക്ക് ധാരണയായി കഴിഞ്ഞു. ഇന്നലെ രാത്രി വൈകിയാണ് ചർച്ചകൾ അവസാനിച്ചത്. ഇന്നലെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതിനൊപ്പം KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചത്. ഇനിയും ഒട്ടേറെ സീറ്റുകളുണ്ട്. ആ ചില സീറ്റുകളിൽ തർക്കങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ ഇനി ദില്ലിയിലേക്ക് മാറ്റുന്നത്. 10-ാം തീയതി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ദില്ലിയിലേക്ക് എത്തും. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ. പട്ടികയുണ്ട്. എല്ലാ നേതാക്കൾക്കും അവരവരുടേതായ അനുയായികളുടെ പേരുകൾ നിർദ്ദേശിക്കാനുണ്ട്. എല്ലാം ചേർത്ത് ഇരുത്തിയുള്ള ഒരു ചർച്ചയാകും. അവിടെ വിജയസാധ്യത മാനദണ്ഡമാക്കും. അതിൽ ഒറ്റ പേരിലേക്ക് എത്തും. അങ്ങനെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച തന്ത്രമാണ് UDF ഇത്തവണയും കോൺഗ്രസ് ഇത്തവണയും പരീക്ഷിക്കാൻ പോകുന്നത്. നിലവിൽ ഏറ്റവും ആദ്യഘട്ടത്തിൽ 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ, അത് സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെയായിരുന്നു. അതിൽ ഒറ്റപ്പേരിലെത്തിയ ചില സീറ്റുകളുണ്ടായിരുന്നു. അത് വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, മണലൂരിൽ TN പ്രതാപൻ, VT ബൽറാം, തൃത്താല, കൊട്ടാരക്കരയിലെ ആയിഷ പൂറ്റി അടക്കമുള്ള നേതാക്കൾ. അതിന് പുറമെയാണ് മറ്റിടങ്ങളിലെ ചർച്ചകളിലേക്ക് ഇന്നലെ രാത്രിയോടെ, ഇന്നലെ പൊതുയുഗ യാത്ര അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ KPCC ആസ്ഥാനത്തേക്ക് നേതാക്കളെത്തി. ഇന്നലെ രാത്രി വൈകുവോളം ചർച്ച നടന്നു. ആ ചർച്ചയിലാണ് ഏതാണ്ട് 20 സീറ്റുകളിൽ ധാരണയായത്. ഇനിയുള്ള ചർച്ചകൾ ദില്ലി കേന്ദ്രീകരിച്ചാവും. ആ ചർച്ചയിൽ മറ്റു സീറ്റുകളിലും ധാരണയാകും. എത്ര സീറ്റുകളിൽ ഈ തവണ കോൺഗ്രസ് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കാരണം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകുമ്പോഴാണ് ആ തീരുമാനത്തിലേക്ക് എത്തുക. കാരണം കേരള കോൺഗ്രസ് ജോസഫിന് കൈവശമുള്ള 3 സീറ്റുകൾ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗീകരിച്ചിട്ടില്ല. അതുകൂടെ കഴിഞ്ഞാൽ മാത്രമാണ് എത്ര സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് വ്യക്തതയുണ്ടാവുക. ഏതായാലും മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നിർണായക തീരുമാനങ്ങൾ ഉടനുണ്ടാകും. ചില മണ്ഡലങ്ങളിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ പറയുന്നു. മാരത്തോൺ ചർച്ചകളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി KPCC ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നത്. മാധു, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. വിജയ സാധ്യത മാത്രം മുന്നോട്ട് വെച്ച് അതിന് പ്രഥമ പരിഗണന നൽകിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും, തിരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാക്കുക എന്നൊക്കെ കൃത്യമായി പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ദില്ലിയിലേക്ക് എന്തായാലും നിർണായകമായ ചർച്ചകൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാക്കൾ പുറപ്പെടുകയും ചെയ്യുന്നു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.